സ്റ്റഡി ഡെസ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഭിന്നശേഷിക്കാർക്കായുള്ള പദ്ധതികളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ശ്രേഷ്ഠം. RPW ആക്ട് 2016 ചാപ്റ്റർ 3 സെക്ഷൻ 16(1) പ്രകാരം ഭിന്നശേഷിക്കാർക്ക് കലാകായിക രംഗങ്ങളിൽ തുല്യത ഉറപ്പുവരുത്തുന്നതിനായി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഈ മേഖലകളിൽ അഭിരുചിയും പ്രാവീണ്യവുമുള്ള ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് അവരുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിന് സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും പരിശീലനം നേടുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ശ്രേഷ്ഠം. ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് അവരുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിന് സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും പരിശീലനം നേടുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ശ്രേഷ്ഠം. ഒരു ജില്ലയിലെ കലാമേഖലയിൽ നിന്നുള്ള 5 പേർക്കും കായിക മേഖലയിൽ നിന്നുള്ള 5 പേർക്കുമായി ആകെ 10 പേർക്ക് 10,000 രൂപ വീതം ധനസഹായം അനുവദിക്കുന്നു. ആകെ 10 പേർക്ക് 10,000 രൂപ വീതം ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് ശ്രേഷ്ഠം. അടുത്തത് സഹജീവനം. ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമിട്ട് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹജീവനം. ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് സഹജീവനം. അടുത്തത് സ്നേഹയാനം. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ നിർധനരായ അമ്മമാർക്ക് സർക്കാർ സൗജന്യമായി ഓട്ടോ നൽകുന്ന പദ്ധതിയാണിത്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ നിർധനരായ അമ്മമാർക്ക് സർക്കാർ സൗജന്യമായി ഓട്ടോ നൽകുന്ന പദ്ധതി. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നിവ ബാധിച്ചവരുടെ പരിചരണവും പുനരധിവാസവും മറ്റു ഭിന്നശേഷിക്കാരെ അപേക്ഷിച്ച് പ്രയാസകരമാണ്. ഇവരിൽ ഭൂരിഭാഗവും പൂർണ്ണമായും മറ്റുള്ളവരെ ആശ്രയിച്ചു മാത്രം കഴിയുന്നവരാണ്. ഇത്തരം കുടുംബങ്ങളിൽ പ്രധാനമായും അമ്മമാരാണ് ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. പല കുടുംബങ്ങളിലും കുടുംബനാഥയും ഇവരായിരിക്കും. പലരും കുട്ടികളുടെ അച്ഛനെ ഉപേക്ഷിച്ച് വിധവകളോ മറ്റ് വരുമാന മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തവരുമാണ്. ഇത്തരം ഭിന്നശേഷിക്കാരുടെ നിർധനരായ അമ്മമാർക്ക് സ്ഥിരമായി ഒരു ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനു വേണ്ടി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണിത്. ഓർക്കുക, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ നിർധനരായ അമ്മമാർക്ക് സർക്കാർ സൗജന്യമായി ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം. പ്രായം 55 വയസ്സോ അതിന് താഴെയോ ആയിരിക്കണം. BPL വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം. 3 വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം. അടുത്തത് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. 1,00,000 രൂപ വരെ വാർഷിക ചികിത്സാ ചെലവ് ലഭിക്കുന്നു. BPL വിഭാഗം 250 രൂപയും APL വിഭാഗം 500 രൂപയും പ്രീമിയം തുക അടക്കണം. BPL വിഭാഗം 250 രൂപയും APL വിഭാഗം 500 രൂപയും പ്രീമിയം തുക അടക്കണം. കേരളത്തിലെ പ്രീമിയം തുക സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ് മോഡൽ ഏജൻസി സെൻറ്റർ വഴിയാണ് അടക്കുന്നത്. എല്ലാ വർഷവും പോളിസി പുതുക്കണം. പുതുക്കുന്നതിന് BPL വിഭാഗം 50 രൂപയും APL വിഭാഗം 250 രൂപയും പ്രീമിയം തുക അടക്കണം. അടുത്ത പദ്ധതിയാണ് പ്രത്യാശ. അനാഥരോ ഉപേക്ഷിക്കപ്പെട്ടവരോ ആയിട്ടുള്ള കുട്ടികൾ, വയോജനങ്ങൾ, അഗതികൾ, ശാരീരിക മാനസിക വൈകല്യമുള്ളവർ എന്നിങ്ങനെ നിരവധി പരിഗണന അർഹിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് പ്രത്യാശ. സാഹചര്യങ്ങളാൽ സ്വന്തം സംസ്ഥാനത്ത് നിന്നും മാറി നിൽക്കേണ്ടി വന്നവർക്ക് സ്വന്തം സംസ്ഥാനത്ത് ജീവിക്കാനുള്ളതോ സ്വന്തം ഭാഷ സംസാരിക്കുന്നവരുടെ ഇടയിൽ ജീവിക്കാനുള്ളതോ ആയ സാഹചര്യം ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്തതാണ് ഇംപ്രസ്ഡ് മണി പദ്ധതി. പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്ന അനാഥർക്കും അശരണർക്കും ആഹാരം, വസ്ത്രം, വൈദ്യസഹായം, മറ്റ് അടിയന്തര സേവനങ്ങൾ എന്നിവ നൽകി അവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ചിട്ടുള്ള പദ്ധതിയാണ് ഇംപ്രസ്ഡ് മണി പദ്ധതി.
പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്ന അനാഥർക്കും അശരണർക്കും ആഹാരം, വസ്ത്രം, വൈദ്യസഹായം, മറ്റ് അടിയന്തര സേവനങ്ങൾ എന്നിവ നൽകി അവരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ചിട്ടുള്ള പദ്ധതിയാണിത്. അടുത്തത് അതിജീവനം. ഭിന്നശേഷിക്കാർക്ക് സാമൂഹ്യ അധിഷ്ഠിത പുനരധിവാസം ഉറപ്പാക്കുക, കുടുംബജീവിതം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അതിജീവനം. ഭിന്നശേഷിക്കാർക്ക് സാമൂഹ്യ അധിഷ്ഠിത പുനരധിവാസം ഉറപ്പാക്കുക, കുടുംബജീവിതം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് അതിജീവനം. പ്രതീക്ഷാഭവൻ. ബുദ്ധിവൈകല്യമുള്ള 18 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കുള്ള സ്ഥാപനമാണ് പ്രതീക്ഷാഭവൻ. ഇത് മലപ്പുറം ജില്ലയിലെ തവനൂരിലാണ് പ്രവർത്തിക്കുന്നത്. ബുദ്ധിവൈകല്യമുള്ള 18 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കുള്ള സ്ഥാപനമാണ് പ്രതീക്ഷാഭവൻ. ഇത് മലപ്പുറം ജില്ലയിലെ തവനൂരിലാണ് പ്രവർത്തിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കുള്ള ചില പ്രധാന പദ്ധതികളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതിനോടൊപ്പം മറ്റ് ചില പദ്ധതികൾ കൂടി പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.